സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ശമൂവേലും ശൗലും തമ്മിൽ കണ്ണുമുട്ടിയതായ സമയത്ത് ശമൂവേൽ ശൗലിനോട് പറഞ്ഞു, നീ വരുമെന്നുള്ള കാര്യം എന്നോട് ദൈവം പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഇവിടെ യാഗം അർപ്പിക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ നീ ഇവിടെ വന്നിരിക്കുക, പിന്നീട് എന്നോടൊപ്പം വരിക, വീട്ടിന് മുകളിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വീട്ടിന് മുകളിലേക്ക് കൊണ്ടുപോയി ആ രാത്രി മുഴുവൻ അവനോട് സംസാരിച്ചു. നിന്നെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയതായ കാര്യങ്ങളെല്ലാം നിന്നോട് ഞാൻ പറയാം. നിന്റെ മനസ്സിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിന്നോട് പറഞ്ഞു തരാം. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആ ദൈവപുരുഷൻ അവനോടൊപ്പം ഇരുന്ന് അവിടെ സംസാരിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെയും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെയെല്ലാം അവനോട് വിവരിച്ചു കൊടുത്തു. നമ്മളാണെങ്കിൽ കൂടി വന്നാൽ രാത്രി 10 മണി അല്ലെങ്കിൽ 11 മണി അല്ലേ, രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചാലും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ നാം ഒരിക്കലും പറഞ്ഞു തീർക്കില്ല. അവൻ്റെ അതിശയ കാര്യങ്ങൾ, അവൻ്റെ ഉദ്ദേശങ്ങൾ, അവൻ്റെ പദ്ധതികൾ ഓരോരുത്തരുടെ മേൽ വലിയതാകുന്നു. ആ രാത്രിയിൽ അവിടെ ഇരുന്ന് പറഞ്ഞു, ശൗലേ, നീ കഴുതയെ അന്വേഷിച്ചു പോകുന്നു. എന്നാൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ദൈവം നിന്നെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ ആലോചനകളുണ്ട് എന്ന് ശമൂവേൽ പറഞ്ഞപ്പോൾ, അയ്യോ, അങ്ങെന്താണ് ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഗോത്രം വളരെ ചെറുതല്ലേ, എനിക്കെന്തു ചെയ്യാൻ കഴിയും? എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയുന്നു? എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു? എന്താണ് പറഞ്ഞാൽ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. 9-ാം അധ്യായം 21. അതിന് ശൗല്, ഞാൻ ഇസ്രായേൽ ഗോത്രത്തിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറുതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. എന്നോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഈ കാലത്ത് ദൈവദാസൻ പറയുന്നതല്ല ജനങ്ങൾ കേൾക്കുന്നത്, ജനങ്ങൾ പറയുന്നത് ദൈവദാസൻ കേൾക്കണമെന്നാണ് പറയുന്നത്. അന്ത്യകാലത്ത് അവരുടെ സ്വന്തം ചിന്തകളിൽ വരുന്നതായ സാങ്കല്പിക കഥകളിലേക്ക് മനസ്സ് തിരിക്കുന്ന കാലം വരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മനുഷ്യ ശ്രദ്ധയോടിരിക്കുമെന്നാണ് പറയുന്നത്. മനസ്സാക്ഷി നോവുകയാണെങ്കിൽ നിന്റെ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയാൽ മനുഷ്യന് കോപമുണ്ടാകുന്നു. ദൈവം എനിക്കിഷ്ടമുള്ളതുപോലെയാണ് സംസാരിക്കുന്നത്, നീ ആരാണ് എന്നോട് ചോദിക്കാൻ എന്ന രീതിയിലാണോ ചോദിക്കേണ്ടത്? മറിച്ച്, ദൈവമേ, നിന്റെ ഹിതം എന്താണ്? എന്താണ്? നിന്റെ ഹിതം തന്നെ നടക്കുമാറാകണമേ. ഇതാണ് ശമൂവേൽ. എന്താണ് പറഞ്ഞത്? ദൈവമേ, അടിയനോട് അരുളി ചെയ്യണമേ, നിന്റെ ദാസൻ ഇതാ എന്ന് പറഞ്ഞു. ശമൂവേൽ പ്രവാചകൻ ശ്രേഷ്ഠനായൊരു പ്രവാചകനായിരുന്നു. ബാലനായിരുന്നപ്പോൾ ദൈവസന്നിധിയിൽ വന്നവൻ, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിച്ചു, മുതിർന്നതായ സമയത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. രാത്രി മുഴുവൻ ഇരുന്ന് അവനോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം അവനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് തൈലം എടുത്തുകൊണ്ടുവന്നിട്ട് ശൗലിനെ അഭിഷേകിച്ചു. നീ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞു. കഴുതകളെക്കുറിച്ച് നീ ഓർത്ത് ബുദ്ധിമുട്ടേണ്ട, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ നീ ചിന്തിക്കൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് അവനു വേണ്ടി പ്രാർത്ഥിച്ചതായ സമയത്ത് എന്തു സംഭവിച്ചു എന്ന് നോക്കാം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾമാർ ഇതുപോലെ ആയിത്തീരുകയും ചെയ്യും എന്ന് പറഞ്ഞു. 9-ാം വാക്യം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവനു വേറൊരു ഹൃദയം കൊടുത്തു. അബ്ബാ, രാത്രി ചെയ്തതായ പ്രാർത്ഥനയുടെ ഫലം ദൈവം അപ്പോൾ തന്നെ കൊടുത്തു. രാത്രിയിൽ അവനോട് ദൈവത്തിൻ്റെ ആലോചനകൾ പറഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ അതുപോലെ ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്ത സമയത്ത് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവത്തിൻ്റെ ദാസൻ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്ത സമയത്ത് നീ പോക, നീ ഇസ്രായേലിൻ്റെ രാജാവാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേലിൻ്റെ അടുക്കൽ നിന്ന് അവൻ തിരികെ പോയപ്പോൾ എന്താണ് അപ്പോൾ സംഭവിച്ചത്? പറയുക. സൗഖ്യമാണോ? ഇന്നെല്ലാവരുടെ അടുക്കൽ ഇതാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ട് മാനസാന്തരം വരുന്നില്ല? പുതിയ ഹൃദയം വന്നില്ല എങ്കിൽ, പുതിയ മനസ്സ് വരുന്നില്ല എങ്കിൽ ജോലി കിട്ടിയിട്ടും ഒരു പ്രയോജനവുമില്ല. സൗഖ്യം കിട്ടിയാലും വീണ്ടും രോഗം വരും. അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടായാലും വീണ്ടും കഷ്ടതയുണ്ടാകും.
മറ്റെവിടെ നിന്നും നിനക്ക് ലഭിക്കാതിരിക്കുന്നതും യേശുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതും എന്താണെന്നറിയാമോ? പുതിയൊരു ഹൃദയം നിനക്ക് ലഭിക്കാനിടയാകും. പുതിയൊരു സ്വഭാവം അവൻ നിങ്ങൾക്ക് നൽകാനിടയാകും. മദ്യപാനി പിന്നെ മദ്യപിക്കില്ല, മോഷ്ടാവ് മോഷ്ടിക്കില്ല, ദുഷ്ടൻ ദുഷ്ടത ചെയ്യില്ല, ചീത്ത വിളിച്ചവൻ പിന്നെ ചീത്ത വിളിക്കില്ല, പാപം ചെയ്തവൻ പിന്നെ പാപം ചെയ്യില്ല. ദൈവം കൊടുത്ത പുതിയ ഹൃദയം കാരണം, പുതിയ സ്വഭാവം കാരണം അവൻ ദോഷത്തെ വെറുക്കുവാനിടയാകും. നീതിയെ അവൻ ഇഷ്ടപ്പെടും. നീതിയെ ഇഷ്ടപ്പെടുക മാത്രമല്ല, ദുർനീതിയെ വെറുക്കുവാനും ഇടയാകുമെന്ന വചനം പറയുന്നു. ഇന്ന് അനേകം ആളുകളും പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോവുകയും മദ്യം കുടിക്കുകയും ചെയ്യുന്ന വ്യക്തിയുണ്ട്. എന്താണ് അങ്ങനെ കുടിക്കുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, കർത്താവെ ചാരായം നൽകിയതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട്, ആമേനെന്ന് പറഞ്ഞിട്ട് കുടിക്കുമെന്ന്. ഇതെന്തൊരു ക്രിസ്ത്യാനികളാണപ്പാ! മദ്യപിച്ചിട്ട് പിന്നെ ചർച്ചയിൽ പോയിട്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അറിയാതെ കുടിച്ച്, ഇനി ഒരിക്കലും ഞാൻ മദ്യം കൈകൊണ്ട് പോലും തൊടത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിന്നെ വൈകിട്ട് പോയിട്ട് വീണ്ടും കുടിക്കാൻ പോകും. തിരിച്ചു വന്നിട്ട് അടുത്ത ആഴ്ച, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ ക്ഷമിക്കണമേ. അവൻ മാറുന്നില്ല, സ്വഭാവം മാറുന്നില്ല, മനസ്സ് മാറുന്നില്ല. നായ തൻ്റെ വിസർജ്യത്തിലേക്ക് തിരിയുന്നത് പോലെ അനേകം ആളുകളുടെ മനസ്സ് മാറുന്നില്ല. ഒരു സഹോദരി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ദർശനം കാണിക്കണമേ കാണിക്കണമേ എന്ന്. ഒരു നായയെ കാണിച്ചു, നായ വന്നിട്ട് കക്കുവാനിടയായി. എന്താണ് കർത്താവെ നായയുടെ ദർശനം കാണിച്ചത്? അതാണ് നിനക്കുള്ള ദർശനമാണെന്ന് കർത്താവ് പറഞ്ഞു. നിന്റെ സ്വഭാവം അതാണ്. നീ കക്കുന്നു, വേണ്ട എന്ന് പറയുന്നു, വീണ്ടും അത് തന്നെ നീ കുടിക്കുന്നു. ഏറ്റു പറയുന്നു, വീണ്ടും ചെയ്യുന്നു. വേണ്ടെന്ന് പറയുന്നു, വീണ്ടും പാപം ചെയ്യുന്നു. എന്താണ്? ഒരു പന്നി മാലിന്യത്തിലേക്ക് തിരികെ പോകുന്നത് പോലെ അനേകം ആളുകളുടെ ജീവിതത്തിലെ സ്ഥിതി അതാണിത്. പുതിയൊരു മനസ്സവർക്കില്ല. നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ പുതിയ മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക, പുതിയ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വചനം എന്താണ് പറയുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് സകലതും കഴിഞ്ഞുപോയി, സകലതും പുതുതായിരിക്കുന്നു, പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അവൻ സത്യസന്ധനായിരിക്കണം, നീതിമാനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം, താഴ്മയുള്ളവനായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം തന്നെ ആരും ഇന്ന് ഓർക്കുന്നില്ല. ശൗലിനു വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം അവന് പുതിയൊരു ഹൃദയം കൊടുത്തു. എന്താണ്? അവൻ രാജാവായിട്ട് മാറി. കഴുതകളെ മേച്ച് നടന്ന വ്യക്തി ഇപ്പോൾ ആരാണ്? രാജാവ്. രാജാവിൻ്റെ അവസ്ഥ എന്താണ്? കീറിയ ഷർട്ടുമിട്ടാണ് നടക്കുന്നത്? അല്ല, സ്വർണ്ണ കിരീടമൊക്കെ വെച്ചുകൊണ്ട്. അതും ഇസ്രായേലിൻ്റെ രാജാവാണ്. ദൈവജനത്തിൻ്റെ രാജാവാണ്. ദൈവം തിരഞ്ഞെടുത്ത ആദ്യത്തെ രാജാവാണ്. ദൈവം തന്നെ അവരുടെ രാജാവായിരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ, എല്ലാവർക്കും രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്കും രാജാവ് വേണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കൾ കരഞ്ഞപ്പോൾ, അവരുടെ ആഗ്രഹമനുസരിച്ച് ശൗലിനെ തിരഞ്ഞെടുത്ത് ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റി. മറ്റു രാജ്യക്കാരെല്ലാം ജയിക്കുവാനിടയായി. രാജാവ് യുദ്ധം ചെയ്യുവാനിടയാകും. രാജാവ് പരിപാലിക്കുന്ന രാജാവാണ്. രാജ്യത്തിൻ്റെ ആവശ്യങ്ങളെ നടത്തിക്കൊടുക്കും. അതൊരു ഉന്നതമായ പദവിയും ശ്രേഷ്ഠതയുമാണ്. ശമൂവേലും ശൗലും ചേർന്ന് ശത്രുക്കളെ ജയിക്കുവാനിടയായി. വലിയ വലിയ കാര്യങ്ങൾ നടന്നു. 2 വർഷങ്ങൾ വരെയും എവിടെ തിരിഞ്ഞാലും ശമൂവേലും ശൗലുമാണ്. ശമൂവേലിൻ്റെ പ്രാർത്ഥന, ശമൂവേലിൻ്റെ യാഗപീഠം, ശൗലിൻ്റെ രാജപരിപാലനം 2 വർഷം അത്ഭുതകരമായി നടന്നു. ദൈവത്തിന് ഹിതം ചെയ്യുന്നത് ഉത്തമമാണ്. ദൈവത്തിൻ്റെ ഹിതത്തിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയുണ്ട്, ദൈവത്തിൻ്റെ സഹായമുണ്ട്. ഈ സന്ദേശം കേൾക്കുന്നവരെല്ലാവരും ഒരു തീരുമാനമെടുക്കുക. ഇതാ കർത്താവേ, എൻ്റെ ജീവിതം നിങ്ങൾ സമർപ്പിക്കുകയാണ്. എന്നെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ നീ അറിയിക്കണമേ. നിന്റെ ഇഷ്ടം എന്നെ അറിയിക്കണമേ. എന്നെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളെ അറിയിക്കണമേ. നിന്റെ ദൃഷ്ടി എൻ്റെ മേൽ വെച്ചുകൊണ്ട് ഞാൻ നടക്കേണ്ടുന്നതായ പാത നീ എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ നിന്റെ ഹിതം ചെയ്യാം. നീ പറയുന്നത് പോലെ ജീവിക്കാം. നിന്റെ വചനങ്ങളെ അനുസരിക്കാം. യൗവനക്കാരാ, യൗവനക്കാരത്തി, നിന്റെ ജീവിതത്തെ നീ വൃഥാവാക്കി കളയരുത്. ഇപ്പോൾ തന്നെ 37-47 വയസ്സായിരിക്കുന്നു. ഇപ്പോഴും നിനക്കൊരു മാനസാന്തരമില്ല. നിന്റെ പഴയ സ്വഭാവം മാറ്റിയിട്ടില്ല. നിന്റെ മദ്യപാനം മാറ്റിയിട്ടില്ല. നിന്നെ തന്നെ നീ നശിപ്പിക്കുന്നു. ഇന്ന് നിനക്കൊരു പുതിയ മനസ്സ് തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം യാഗം കഴിക്കുന്നതായ സമയത്ത് ശമൂവേൽ വരുവാൻ അല്പം താമസിച്ചു പോയ സമയത്ത് അപ്പോൾ ആളുകളെല്ലാം പിരിഞ്ഞു പോകുന്നത് കണ്ട്, ആളുകൾ പിരിഞ്ഞു പോകുന്നല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ യാഗം കഴിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് പുരോഹിതൻ ചെയ്യേണ്ടതായ കർത്തവ്യം രാജാവായ ശൗല് ചെയ്യുവാനിടയായി. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയുള്ള കാര്യം ചെയ്തത്? നിന്നെ ദൈവം രാജാവായിട്ടാണ് തിരഞ്ഞെടുത്തത്, ഒരു പുരോഹിതനായിട്ടല്ല. നോക്കുക, ഒരു നായ്ക്കുള്ള ജോലി നായ ചെയ്യണം, കഴുതയുടെ ജോലി കഴുത ചെയ്യണം. അതല്ലേ ശരി? ഒരു വീട്ടിലൊരു പട്ടിയും ഉണ്ടായിരുന്നു, കഴുതയും ഉണ്ടായിരുന്നു. രാത്രി കള്ളം വന്നു, പക്ഷെ പട്ടി കുരയ്ക്കുന്നില്ല.
എനിക്കൊന്ന് മാംസം കിട്ടാതെ കൊണ്ട് ഞാൻ കുരയ്ക്കുന്നില്ലെന്ന് പറഞ്ഞ് പട്ടി പറയുകയാണ്. അപ്പോൾ കഴുത പറഞ്ഞു, നീ കുരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്നാൽ ബഹളം വെക്കുമെന്ന് പറഞ്ഞ് കഴുത ഉറക്കെ കരഞ്ഞു. അപ്പോൾ വീട്ടുകാർ എഴുന്നേറ്റ് വന്നിട്ട് കഴുതയെ പൊതിരെ തല്ലി. എന്താണ്? പട്ടി കുരച്ചാൽ കള്ളൻ വന്നു എന്ന് വിചാരിക്കും, എന്നാൽ കഴുതയെ അലച്ചാൽ കള്ളനാണെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നത് ഏത് പണിയാണോ അത് മാത്രം ചെയ്യണം. അഹങ്കാരം കഴിഞ്ഞ് നമ്മെ നശിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അസൂയയാകുന്നു. അസൂയ അസ്ഥികളെ ദ്രവിപ്പിക്കുന്നതാണ്. മറ്റുള്ളവരെക്കുറിച്ച് അസൂയപ്പെടാൻ പാടില്ല. അവർ നന്നാകുന്ന സമയത്ത് സന്തോഷിക്കുക. അവർ നന്നാകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. മറ്റുള്ളവർക്ക് നിന്നേക്കാൾ കഴിവുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ അവരുടെ അടുക്കൽ പോയി പഠിക്കുക. അല്ലാതെ കയീനെ പോലെ ഹാബേലിന്റെ വഴിപാട് ദൈവം സ്വീകരിച്ചു, എന്തുകൊണ്ട് എൻ്റെ വഴിപാട് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് കോപിച്ച് അസൂയപ്പെട്ടിട്ട് അവനെ കൊന്നുകളയാനിടയായി. അവസാനം അലഞ്ഞു നടക്കുവാനിടയായി. അല്ലെങ്കിൽ ഹാബേലെ, നിന്റെ യാഗം ദൈവം സ്വീകരിച്ചല്ലോ, എനിക്കൂടെ ആടിനെ തരികയാണെങ്കിൽ ഞാനും അങ്ങനെ അർപ്പിക്കാമെന്ന് ചോദിച്ചുകൂടെ? കയീനെ, നീ എന്തിനു കോപിക്കുന്നു എന്ന് ദൈവം പോലും വന്ന് ചോദിച്ചപ്പോൾ സമാധാനപ്പെട്ടുകൂടെ? ഇന്ന് അനേകം ആളുകളുണ്ട്, അവരെപ്പോലെ എനിക്കാകണം, അവരെപ്പോലെ എനിക്ക് വളരണം. ചർച്ചിലും രണ്ടുപേർ ഇങ്ങനെ വഴക്കുണ്ടാകാനിടയായി. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിയിട്ട് അവസാനം പാസ്റ്ററിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഈ ദിവസം മുതൽ ഒന്നുകിൽ ഞാൻ വരും അല്ലെങ്കിൽ ഇയാൾ വരും, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരിക്കലും വരില്ല. ഈ സഭയിൽ ഒരുമിച്ച് പോകാൻ കഴിയില്ല. എന്തുപറ്റി? എന്താണ്, നിങ്ങൾക്ക് വഴക്കുണ്ടായോ? ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ദൈവാലയത്തിൽ വന്ന് എന്തിനു പ്രശ്നമുണ്ടാക്കണം? എന്തിനാണ് അഹങ്കാരം, എന്തിനാണ് പോരാട്ടമുണ്ടാക്കുന്നത്? അത്രത്തോളം ദൈവം സഹിക്കാനിടയായി. അസൂയ ഉള്ളവരുടെ ഹൃദയത്തിൽ, ഗർവികളുടെ ഹൃദയത്തിൽ, അശുദ്ധിയും അനുസരണക്കേടും കാണിക്കുന്നവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിവസിക്കുകയില്ല. അവൻ്റെ അഭിഷേകം നിലനിൽക്കുകയില്ല. അപ്പോൾ വരെയും ശൗല് ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവനായിരുന്നു. പ്രവചിച്ച് ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ടോ എന്ന ചൊല്ലും വന്നിട്ടുണ്ട്. എന്നാൽ അവൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ നിന്ന് വിട്ടുപോകുവാൻ ഇടയായി. ദൈവത്തിൻ്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്താൻ ഇടയായി. പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിവസിക്കില്ല. പാപം ചെയ്യുമ്പോൾ രക്ഷയുടെ ആനന്ദം കാണില്ല. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, എൻ്റെ പാപത്തെ കഴുകിക്കളയണമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. നിങ്ങൾ ഇടയ്ക്കൊക്കെ 51-ാം സങ്കീർത്തനം വായിക്കുക. നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളെ പലപ്പോഴും മനസ്സാക്ഷി കുറ്റം വിധിക്കുന്ന സമയത്ത് വായിക്കുക. 51-ാം സങ്കീർത്തനവും യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായവും ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. ദൈവത്തോട് ചേർന്ന് വസിക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധാത്മ ഇപ്പോൾ നിങ്ങളുടെ നടുവിൽ സഞ്ചരിക്കുന്ന സമയമാണ്. പരിശുദ്ധനായ സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ ദർശിക്കണമേ. എത്രയോ ആളുകൾ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മശക്തി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന്, ദൈവത്തിൻ്റെ ഹിതം വിട്ടുമാറിയെന്ന്, കഷ്ടതയിലായിരിക്കുന്നുവെന്ന്, ദുഃഖത്തിലായിരിക്കുന്നുവെന്ന്, വേദനയിലായിരിക്കുന്നുവെന്ന്, ഞെരുക്കത്തിലായിരിക്കുന്നുവെന്ന് പറഞ്ഞ് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ നീ ഇപ്പോഴൊന്ന് ദർശിക്കണമേ അപ്പാ. കർത്താവേ, ശൗലിന് വന്ന അവസ്ഥ ഞങ്ങൾക്ക് വരാതിരിക്കുവാൻ നിന്റെ പാദപീഠത്തെങ്കിൽ വീഴാനുള്ള കൃപ നൽകുമാറാകണമേ. പാപിനിയായ ആ സ്ത്രീ വന്നിട്ട് കണ്ണുനീര് കൊണ്ട് നിന്റെ കാൽ കഴുകിയതായ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലും നീ നൽകുമാറാകണമേ. നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്കുകൾ ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുവാൻ നീ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഒരു പ്രയോജനമില്ലാതെ കഴുതയുടെ പിറകെ നടന്നിട്ട്, ലോകത്തിന് പിന്നാലെ നടന്നിട്ട് ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നതായ ഞങ്ങൾ നിന്റെ പദ്ധതി അറിഞ്ഞിട്ട് നിന്റെ ഹിതമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഫലം പുറപ്പെടുവിക്കുവാൻ സഹായിക്കുമാറാകണമേ. നീ നൽകിയിരിക്കുന്ന അവസരങ്ങളൊന്നും ദുരുപയോഗം ചെയ്യാതെ, നിന്റെ മുന്നറിയിപ്പുകളെ തള്ളിക്കളയാതെ, നിന്റെ വചനത്തെ തള്ളിക്കളയാതെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നേരെയാക്കുവാൻ സഹായിക്കുമാറാകണമേ. പശ്ചാത്തപിക്കുവാൻ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറയാൻ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പുതിയ വ്യക്തികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. നിന്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് പലവിധമായ വേദനയിലായിരിക്കുന്നവർ, കടബാധ്യതയിലായിരിക്കുന്നവർ, ഞെരുക്കത്തിലായിരിക്കുന്ന വ്യക്തികൾ, നല്ലൊരു ജോലിയില്ല, എക്സാമിൽ പാസ്സാകുന്നില്ല, ഒരു വിവാഹം നടക്കുന്നില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ സമാധാനമില്ല എന്ന് പറഞ്ഞ് ആരൊക്കെയാണോ വേദന അനുഭവിക്കുന്നത്,
അങ്ങനെയുള്ളവരെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. അടയ്ക്കപ്പെട്ട ഗർഭങ്ങളെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കുമാറാകണമേ. അനുസരണക്കേട് കാട്ടുന്ന മക്കളെ നസറേനായ യേശുക്രിസ്തുവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ പുതിയ വ്യക്തികളായിട്ട് പോകാൻ സഹായിക്കണമേ. ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നതായ ആളുകൾ ലക്ഷ്യമായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ഉറച്ച തീരുമാനത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ അവരെ നീ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ മേലുള്ള നിന്റെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റണമേ. നിന്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിച്ച് രാജകീയ പുരോഹിത വർഗമായിട്ട്, നിന്റെ സ്വന്തം ജനമായിട്ട്, പാപികളായ ജനത്തിന്റെ മധ്യയിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുവാൻ നിന്റെ നാമം ധരിച്ചിരിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. ചുറ്റുപാടും നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരായി നിന്റെ അഭിഷേകത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.